കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ തലവെച്ച് ചാരിയിരുന്ന് പുതിയ പാട്ടിൻ്റെ ലിറിക്സ് സെറ്റ് ചെയ്യുകയായിരുന്നു ആദി. ഇടയ്ക്കിടെ അവൻ ആ വരികൾ മൂളുന്നുണ്ട്. ആദിയുടെ തോളിൽ തല ചായ്ച്ചിരിക്കുകയാണ് പ്രിയ. ആളുടെ മുഖത്തെ തെളിച്ച കുറവ് ആദി ശ്രദ്ധിച്ചിരുന്നു. പ്രിയ, നിനക്ക് ഉറക്കം വരുന്നുണ്ടെ കിടന്നോളൂ, എനിക്ക് ഇത്തിരി കൂടി പണിയുണ്ട്, ആദി അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. ഞാനിങ്ങനെ ഇരിക്കുന്നത് നിനക്ക് ബുദ്ധിമുട്ടാവുന്നെങ്കിൽ പറഞ്ഞാൽ പോരെ? അതും പറഞ്ഞ് പ്രിയ ബെഡിൻ്റെ ഒരു വശത്ത് ചരിഞ്ഞു കിടന്നതും അവളുടെ മൂടത്ത ശരിയല്ല എന്ന് മനസ്സിലാക്കി ആദി തൻ്റെ ജോലിയൊക്കെ നിർത്തിവെച്ചു അവളുടെ അരികിൽ ചേർന്ന് കിടന്നതും അവൾ അല്പം നീങ്ങിക്കിടന്നു. അതുകണ്ട് ആദി പിന്നെയും അവളോട് ഒട്ടിച്ചേർന്ന് കിടന്നതും അവൾ പിന്നെയും നീങ്ങാനൊരുങ്ങിയതും അവൻ അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ടിരുന്നു. അവൻ്റെ മേലെയായിട്ടാണ് അവളിപ്പോഴുള്ളത്. എന്താണ് എൻ്റെ ബട്ടർഫ്ലൈ പ്രശ്നം? അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ല, വിടാതി. അവൾ അവൻ്റെ മേലെ നിന്ന് കുതറി മാറാൻ നോക്കിയതും അവൻ അവളുടെ ടോപ്പിൻ്റെ പിറകിലെ സിബ് വലിച്ചൂരിയിരുന്നു. അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. സിബിടാൻ ഒരുങ്ങവേ ആദ്യം അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു. ആദ്യം ഇപ്പോൾ അവളുടെ മേലെയാണുള്ളത്. ആദ്യം നിനക്ക് എന്തൊരു മുടിഞ്ഞ വെയിറ്റാ, ഞാനിപ്പോൾ ചമ്മന്തി ആവും, മറിക്കേ. പ്രിയ പറഞ്ഞത് കേട്ടതും ആദ്യം അവളുടെ മേലെ നിന്ന് അടർന്നു മാറി അവളുടെ ഇടതുവശം ചേർന്ന് കിടന്നു. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കി. ഇനി പറ, എന്താ കാര്യം? അവളുടെ നിറകയിൽ ചുണ്ടമർത്തിക്കൊണ്ടവൻ ചോദിച്ചു. നാളെ രാത്രിയിലെ ഫ്ലൈറ്റിൽ നീ ഹൈദരാബാദിൽ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. പ്രിയ പറഞ്ഞത് കേട്ടതും ഇവളെങ്ങനെ അറിഞ്ഞു എന്ന പോലെ ആദ്യം അവളെ ഒന്ന് നോക്കിപ്പോയി. അല്ല, നിന്നോട് ആരായിപ്പോൾ കാര്യം പറഞ്ഞേ? ആദി ചോദിച്ചു. അത് നേരത്തെ ഗോകുവേട്ടൻ്റെ വൈഫെ മീര വിളിച്ചിരുന്നു, അപ്പ പറഞ്ഞതാ. ഓഹോ, നിങ്ങളുടെ പരദൂഷണ കമ്മിറ്റിയിൽ അവളും ചാർജ് എടുത്ത കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ അപ്പോഴേ അവനോട് പറഞ്ഞതാ പെണ്ണുങ്ങളോട് ഇത്തരം കാര്യം ഡിസ്കസ് ചെയ്യരുതെന്ന്. ആദ്യം ഇത്തിരി കനപ്പിച്ച് പറഞ്ഞു. ഹലോ, ഇതെങ്ങോട്ടായി കയറിപ്പോണേ? നിങ്ങൾ രണ്ടും ഷെബിക്കാടെ കൂടെ ഹൈദരാബാദിൽ പോകുന്നു, അല്ലാതെ ഗോവയിൽ കസിനോയിൽ? പ്രിയ അത്രയും പറയുമ്പോഴേക്കും ആദ്യം ചാടിക്കയറി പറഞ്ഞു. ഓ, അപ്പോൾ അതും അവൻ അവളോട് വിളമ്പിയാ? എന്ത്? ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഗോവയിൽ കസിനോയിൽ പോകുന്ന കാര്യം? ഓഹോ, സത്യങ്ങളിങ്ങനെ പോരട്ടെ. ഇക്കാര്യം മീരക്കറിയില്ലായിരുന്നു, ഇനി ഞാൻ അറിയിച്ചോളാം, പ്രിയ പ്രത്യേക താളത്തിൽ പറഞ്ഞു. അപ്പോൾ അവളത് പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഗോവയിൽ പോണില്ല, ഞാൻ നിന്നെ ചുമ്മാ പറ്റിച്ചതാ, പോരെ. പക്ഷേ ഹൈദരാബാദ് പോയേ പറ്റൂ. ഷെബിയുടെ മൂവിൽ ഒരു സോങ്ങിലെ ഞാൻ സ്വന്തം പേരിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിൻ്റെ ഷൂട്ടിംഗ് അവിടെ വെച്ചാണ് നടക്കുന്നത്. മൂവിയിലെ സോങ്സിൻ്റെ വരികളും സംഗീതവും എൻ്റേതാണ്. അതിലെ 2 പാട്ട് ഞാനാണ് പാടുന്നത്. മൂവിയുടെ പ്രൊമോഷന് വേണ്ടി സ്റ്റിൽസൊക്കെ എടുക്കുന്നത് ഗോകുവും. അതുകൊണ്ട് ഞങ്ങൾക്ക് പോയേ പറ്റൂ. ശരി, എന്നിട്ട് എപ്പോൾ തിരിച്ചു വരും? അവൾ അവൻ്റെ മുടിയിലൂടെ വിരലോടിച്ചുകൊണ്ട് സൗമ്യമായി ചോദിച്ചു. ഒരു 1 മന്ത്. അയ്യോ, 1 മാസമോ? എന്നെ കൊണ്ട് അത്രയും നാളൊന്നും പിരിഞ്ഞിരിക്കാൻ വയ്യ. എങ്കിൽ ഒരു 15 ദിവസം കൊണ്ട് വരാൻ നോക്കാം. പക്ഷെ നീ എന്നെ ശരിക്കും സന്തോഷിപ്പിക്കണം. 5.5 വർഷം മുമ്പ് നടന്ന നമ്മുടെ ആദ്യ രാത്രിയിലെ പോലെ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയ്ക്കും സ്വീറ്റ് ആൻഡ് മെമ്മറബിൾ ഡേ ആയിരുന്നല്ലോ അത്. സമ്മതാണോ? അവൾക്ക് നേരെ പുരികം പൊക്കിക്കൊണ്ടവൻ ചോദിച്ചു. എന്നാ അതുക്കും മേലെ സന്തോഷിപ്പിക്കാം. എങ്കിൽ ഒരാഴ്ച കൊണ്ട് തിരിച്ചു വരുമോ? അവളുടെ ചോദ്യം കേട്ട് ആദ്യം പൊട്ടിച്ചിരിച്ചു പോയി. നീ എന്താ ആദ്യം ഇങ്ങനെ ചിരിക്കുന്നത്? അവൾ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അല്ല, നിന്റെ കാര്യം ഓർത്ത് ചിരിച്ചു പോയതാ. എൻ്റെ പൊന്നു മോളെ, അതുക്കും മേലെ പോവണ്ട, തൽക്കാലം അത്രയും മതി. 15 ഡേയ്സ് കഴിയാതെ എന്തായാലും തിരിച്ചു വരാൻ പറ്റില്ല. അത് കേട്ടതും അവളുടെ മുഖം വാടി. എൻ്റെ ബട്ടർഫ്ലൈ പിന്നെയും പണിഞ്ഞോ? നമുക്ക് അത്രയും നാൾ പഴയതുപോലെ ഫോണിലൂടെ ചാറ്റ് ചെയ്തും വീഡിയോ കോൾ ചെയ്തും പ്രേമിക്കാനേ. അതും പറഞ്ഞ ആദി അവളുടെ ഒരു വശത്തെ തോളിൽ നിന്നും ടോപ്പ് അല്പം താഴ്ത്തി അവിടെ ചുണ്ട് ചേർത്തു. എന്നെ കൊണ്ട് പറ്റില്ല ആദി, പ്ലീസ്, ഞാനും കൂടെ വന്നോട്ടെ. അയ്യോ, അത് വേണ്ട, ഇത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിട്ട് നമുക്ക് എങ്ങോട്ടേലും പോവാം. ആദി പ്ലീസ്, എനിക്ക് നീ ഇല്ലാതെ ഉറക്കം വരില്ലെന്ന്. അല്ല, നീ 5.5 വർഷം ഞാനില്ലാതെയല്ലേ ഉറങ്ങിയത്? എന്നെ കാണാതെയല്ലേ ജീവിച്ചത്? പിന്നെയാണോ ഈ 15 ദിവസം? ഈ ചുമ്മാ ഇങ്ങനെ സെഞ്ചി അടിക്കല്ലേ എൻ്റെ ബട്ടർഫ്ലൈ. നിനക്കെന്നെ പിരിഞ്ഞെടുക്കുന്നതിൽ വിഷമമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിലും നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഞാൻ വേണമെന്ന് വെച്ച് നിന്നെ അത്രയും കാലം പിരിഞ്ഞിരുന്നതാണെന്ന്. ആ ദിവസങ്ങളിൽ എൻ്റെ അവസ്ഥ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്കിവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, എനിക്കോ ആരുമില്ലായിരുന്നു. അതും പറഞ്ഞ അവൾ തലയിണയിൽ മുഖം പൂഴ്ത്തി കിടന്നതും ആദിക്ക് അത് കണ്ട് നല്ല വിഷമായി. ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്നവന് തോന്നിപ്പോയി. അവൻ അവളെ ഇക്കിളി കൂട്ടിയതും അവൾ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് കൂർപ്പിച്ചൊരു നോട്ടം അവനൊന്ന് നോക്കി.
അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ആദിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. തൊട്ടടുത്ത നിമിഷം അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നെടുത്തിരുന്നു. അവളുടെ പരിഭവങ്ങളും സങ്കടങ്ങളും ആ ചുംബനത്തിലൂടെ അവൻ മായ്ച്ചു കളഞ്ഞു. അവിടെ നിന്ന് വരുമ്പോൾ ഞാൻ നിനക്കേ ഒരു കിടുക്കാച്ച സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഉമിനീരിലാൽ കുതിർന്ന അവളുടെ ചുണ്ട് തൻ്റെ തള്ളവിരലാൽ ഒപ്പിക്കൊണ്ടവൻ പറഞ്ഞു. ബിക്കിനി ആയിരിക്കൂലേ? എങ്കേ നീ തന്നെ ഇട്ടാ മതി. അയ്യേ, എനിക്ക് വേണ്ട. ഓടി, ആ സാധനം നീടില്ലെന്നേ എനിക്കറിഞ്ഞൂടെ. ഇടുവായിരുന്നേ ഇവിടെ ഞാൻ ബിക്കിനിയുടെ അന്താരാഷ്ട്ര സമ്മേളനം വരെ നടത്തിയേനെ. ഇത് അതല്ല, ഇത് വേറെയാ. ഇപ്പൊ പറയില്ല. തൽക്കാലം മോള് പോയി ഈ ഓഞ്ഞ ഡ്രസ്സ് മാറി കാണാൻ കൊള്ളാവുന്ന ഡ്രസ്സ് വല്ലതും ഇട്ടുകൊണ്ട് വന്നേ. എങ്കിൽ സാരി ഉടുക്കട്ടെ ചേട്ടാ, ചേട്ടന് അതാണല്ലോ കൂടുതൽ ഇഷ്ടം. എങ്കിൽ സാരി വേണ്ട, ബ്ലൗസും പാവാടയും മാത്രം മതി. അതാണ് അതിനേക്കാളും കൂടുതൽ ഇഷ്ടം. ഉഫ്, അത് നിന്നെ കാണാനേ വല്ലാത്തൊരു ഹോട്ട് ലുക്കാണ് എൻ്റെ ബട്ടർഫ്ലൈ. ആദ്യം അവളെ മൊത്തത്തിൽ ഒഴിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു. അയ്യടാ, ഞാനേ എനിക്കിഷ്ടമുള്ള ഒരെണ്ണം ഇട്ടുകൊണ്ട് വരും. പിന്നെ ഉണ്ടല്ലോ, ഇന്നത്തെ സന്തോഷ പ്രകടനം കഴിഞ്ഞ് നീ വാക്ക് മാറ്റിയാലേ ഞാൻ അങ്ങോട്ടൊരു വരവ് വരും. എങ്ങോട്ട്? ഹൈദരാബാദിലോട്ട്. എന്തിന്? ഹസ്ബൻഡ്സ് ഇൻ ഹൈദരാബാദ്. ഞങ്ങൾക്കും അറിയണമല്ലോ സത്യം. എൻ്റെ കൂടെ മീരയും മിന്നും കാണും. ഷോ, അതൊന്നും വേണ്ട. കൃത്യം 16ാമത്തെ ദിവസം ഞാൻ നിന്റെ മുന്നിൽ വന്നിരിക്കും. നീ ഇപ്പം ചെല്ല്. സമയം വെറുതെ കളയല്ല പെണ്ണെ. രാവിലെ എനിക്കൊരുപാട് തിരക്കുള്ളതാ. ആദ്യം പറയുന്നത് കേട്ടതും പ്രിയ വാർഡ്രോബിൽ നിന്നും ഒരു ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു. പ്രിയ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടതും ആദിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. പർപ്പിൾ കളറിലുള്ള സാറ്റിൻ മെറ്റീരിയൽ ബേബി ഡോൾ ബെൽറ്റഡ് കിമോണോ റോപ്പ് നൈറ്റ് വെയറും അണിഞ്ഞു വരുന്ന പ്രിയ നിതംബത്തിന് കുറച്ച് താഴെ. അത്രയും മാത്രമേ ഡ്രസ്സിന് വലിപ്പം വരുന്നുള്ളൂ. അവളുടെ തുടയും വാക്സ് ചെയ്ത് മിനുക്കിയ കാലും കാണവേ അവൻ്റെ കണ്ണുകൾ വികസിച്ചു വന്നു. തനിക്ക് നേരെ നടന്നു വരുന്ന പ്രിയയെ കണ്ടതും അവൻ ജാടയിട്ടുകൊണ്ട് പറഞ്ഞു, ഇതിടാനായിരുന്നേ പോവേണ്ടിയിരുന്നില്ല. ഡ്രസ്സ് ഒട്ടും കൊള്ളില്ല. അത് കേട്ടതും അവൾ അവനെ ഒന്ന് ബെഡിലേക്ക് തള്ളിയിട്ടു. അവൻ്റെ നെഞ്ചിന് മേലെ കയറിയിരുന്നു കൊണ്ട് ചോദിച്ചു, എന്താണീ പറഞ്ഞേ? ഈ ഡ്രസ്സ് കൊള്ളില്ലെന്ന്. കൊള്ളില്ലേ? അവൻ്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഒട്ടും കൊള്ളില്ല. ഓഹോ, ഇത് കൊള്ളില്ല അല്ലേ? ശരി. അതും പറഞ്ഞ അവൻ്റെ കഴുത്തിൽ നിന്നുള്ള പിടിവിട്ട് അവളിട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ വള്ളി അഴിച്ചു മാറ്റി പുറമേയുള്ള കോട്ട് ഇരുവശത്തേക്കും അകത്തി വെച്ചതും അകത്തിട്ടിരിക്കുന്ന വസ്ത്രം കണ്ട് അവൻ്റെ കണ്ണ് ബുൾസൈ പോലെ പുറത്തേക്ക് തള്ളി വന്നു. പർപ്പിൾ കളറിൽ വരുന്ന ഹോട്ട് ലിങ്കറി സെറ്റായിരുന്നു അകത്തുണ്ടായിരുന്നത്. അത്രയും ഹോട്ടായി അവൾ തൻ്റെ മുന്നിൽ വന്നിട്ടില്ലായിരുന്നു. അവൻ്റെ ഫ്യൂസ് അടിച്ചുപോയി. എന്നെ പെട്ടെന്ന് തിരികെ എത്തിക്കാൻ വേണ്ടിയാണോ ഈ കാട്ടിക്കൂട്ടൽ? എന്തായാലും അടിപൊളി. ആദ്യം ചിന്തിച്ചു പോയി. ഇപ്പൊ കൊള്ളാവോ? അവൻ്റെ കിളി പോയ പോലത്തെ ഭാവം കണ്ട് അവന് നേരെ പുരികം പൊക്കിക്കൊണ്ടവൾ ചോദിച്ചു. ഇപ്പൊ കൊള്ളാവോന്നോ? ഇതിപ്പോ ദീപിക പതുക്കോൺ വരെ നിന്റെ പിറകെ നിൽക്കേണ്ടി വരുമല്ലോ. അതും പറഞ്ഞുകൊണ്ടവൻ അകത്തി വെച്ചിരുന്ന കോട്ട് വലിച്ചൂരി എറിഞ്ഞ് അവളെയും കൊണ്ടുവന്ന് മറിഞ്ഞു. ഡിക്കുരുപ്പ്, ഇത് പിന്നെ ബിക്കിനിയുടെ കുഞ്ഞമ്മയുടെ മോളാണോ എന്നും പറഞ്ഞു അവൻ അവളുടെ മേലെ അമർന്നു. അവൻ അവളെ ചുംബനം കൊണ്ട് പൊതിഞ്ഞു. വീണ്ടും ഒരു പ്രണയവേഴ്ചയ്ക്ക് അവിടെ തുടക്കം കുറിക്കുകയായിരുന്നു. ഷെബി ഹൈദരാബാദ് പോകാൻ വേണ്ടി റെഡിയാവുന്ന തിരക്കിലാണ്. അതിനിടയിൽ മിൻഹയെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്. മിൻഹയുടെ വീർപ്പിച്ച് വെച്ച മുഖം കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിപ്പെണ്ണേ, ഇങ്ങനെ പെണങ്ങല്ലേ? 15 ദിവസം കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ അങ്ങ് പോവില്ലേ? അത് കേട്ടതും അവളുടെ കണ്ണ് നിറഞ്ഞു വന്നതും അവനും സങ്കടം വരാൻ തുടങ്ങി. ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞ് 4 ദിവസം ആയതേ ഉള്ളൂ. അവളെ ഒറ്റയ്ക്ക് ഇട്ടേച്ച് പോകുന്നതിൽ അവന് നല്ല വിഷമമുണ്ടായിരുന്നു. എങ്കിലും അവനത് പ്രകടിപ്പിച്ചില്ല. അവളുടെ നിറഞ്ഞു വന്ന കണ്ണുകൾ തൻ്റെ വിരലുകളാൽ ഒപ്പിയെടുത്തു. അവളുടെ നെറുകയിൽ ചുണ്ടമർത്തി. കുഞ്ഞു പെണ്ണേ, എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഒന്ന് ഇട്ടേ തന്നെ. തൻ്റെ തുറന്നു കിടക്കുന്ന ഷർട്ട് കാട്ടിക്കൊണ്ടവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കാൻ തുടങ്ങിയതും ഷെബി അവളുടെ തലയിലെ തട്ടം താഴ്ത്തി അവളെ കണ്ണിമ ചിമ്മാതെ നോക്കി. എന്നാലും നാളെ എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ടേ 2-3 ദിവസം കഴിഞ്ഞു. കുഴപ്പമില്ല, തിരിച്ചു വന്നിട്ടേ ഞാൻ നിന്നെ എടുത്തോളാം. കുഞ്ഞു പെണ്ണെ റെഡിയായി നിന്നു. അവളുടെ മുഖത്ത് കിടക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കിക്കൊണ്ടവൻ പറഞ്ഞു. അവൾ അവനെ നോക്കിയതേയില്ല. ഇങ്ങോട്ട് നോക്ക് പെണ്ണെ, അവളുടെ താടി പിടിച്ചുയർത്തിക്കൊണ്ടവൻ പറഞ്ഞു. അവൾ മുഖമുയർത്തി നോക്കിയതും അവൻ്റെ കണ്ണുകളുമായി അവളുടെ കണ്ണുകൾ കൊരുത്തു വലിച്ചു. അവൾ ഒരു തരം പിടച്ചിലൂടെ നോട്ടം മാറ്റിക്കളഞ്ഞു. അവൻ്റെ നോട്ടം പിന്നീട് അവളുടെ അധരങ്ങളിലേക്ക് നീണ്ടതും അവൻ അവളുടെ ഇരുകവിലും തൻ്റെ കൈക്കൊമ്പിളിൽ ചേർത്ത് പിടിച്ചു. അവളുടെ ചെഞ്ചുണ്ടിലെ തേൻ നുകരാൻ തുടങ്ങി. മൃദുവായി തുടങ്ങിയ ചുംബനം വൈകാതെ ഒരു ദീർഘ ചുംബനത്തിലേക്ക് വഴിമാറി.
ഒടുവിൽ ഷെബിയുടെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ ശബ്ദിച്ചപ്പോഴാണ് ആ രസച്ചരട് മുറിഞ്ഞത്. പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ എടുത്തു നോക്കിയതും ഡിസ്പ്ലേയിൽ ആദിയുടെ പേര് തെളിഞ്ഞതും മിൻഹ അവനിൽ നിന്നും അകന്നു മാറാൻ ഒരുങ്ങവേ അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് ആദിയോട് സംസാരിക്കാൻ തുടങ്ങി. ഷെബി പെട്ടെന്ന് കോൾ അവസാനിപ്പിച്ചു അവളെ ഒന്ന് നോക്കി. അപ്പോഴും അവളുടെ കൈ അവൻ്റെ കൈക്കുള്ളിലായിരുന്നു. ഒരു ഉമ്മത്ത എന്ന പോലെ അവൻ തൻ്റെ കവിൾ അവൾക്ക് നേരെ നീട്ടിയതും അവൾ അവിടം ചെറുതായി കടിച്ചുകൊണ്ട് പറഞ്ഞു, പെട്ടെന്ന് തിരികെ വന്ന തരാം. അത് കേട്ടതും അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ചെറുതായി കടിച്ചു വിട്ടു. ആ സമയത്താണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ഇരുവരും പെട്ടെന്ന് അകന്നു മാറി. ഷെബി തൻ്റെ മുടിയും ഷർട്ടും നേരെയാക്കി അവളെ ഒന്നുകൂടി നോക്കി വീണ് കിടക്കുന്ന അവളുടെ തട്ട നേരെ ഇട്ട് കൊടുത്തു. കവിളിൽ ഒന്നുകൂടി ചുണ്ടമർത്തി ഡോറും തുറന്ന് മുറിവിട്ടിറങ്ങി. ആദി, നീ പോവാ? അവൻ്റെ കാലിന് മുകളിൽ കയറി നിന്ന് അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് വട്ടം ചുറ്റി പിടിച്ചു നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് നിന്നുകൊണ്ട് പ്രിയ ചോദിച്ചു. പോവണ്ടേ? അവൻ്റെ സ്വരം അന്നേരം മാത്രമായിരുന്നു. പൊയ്ക്കോ, പക്ഷെ എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യും. എനിക്കും ആദി, ഐ ലവ് യു ടു ബട്ടർഫ്ലൈ. പ്രിയ അവൻ്റെ നെറുകയിൽ ചുംബിച്ചു. പിന്നെ ഇരു കണ്ണിലും കവിളിലും നാസികയിലും താടിത്തുമ്പിലും ഉമ്മ വെച്ചു. പിന്നീട് അവൻ്റെ അതരങ്ങളിലേക്ക് ചേക്കേറി ഏറെ ആവേശത്തോടെ അവൾ അവൻ്റെ ഇരു ദളങ്ങളും മാറി മാറി നുണഞ്ഞു. ശ്വാസം വില്ലനായപ്പോൾ അവൾ പിൻവാങ്ങി. താങ്ക്സ്, അവളുടെ നെറുകയിൽ ചുംബിച്ചുകൊണ്ടവൻ പറഞ്ഞു. അവളുടെ നിറഞ്ഞു വന്ന കണ്ണുകൾ അവൻ തുടച്ചു കൊടുത്തു. ഇരുവരും അകന്നു മാറി. അപ്പോൾ ഞാൻ രേവതി മാമിൻ്റെ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കാൻ പോകണ്ടെന്നാണോ നീ പറയുന്നത്? തീർച്ചയായും. എന്ന് മാത്രമല്ല, ഞാൻ വരുന്നത് വരെ നിൻ്റെ അച്ഛൻ്റെയോ ആൻറ്റിയുടെ പഴയ കാര്യങ്ങളൊന്നും അന്വേഷിച്ച് CID പണിക്ക് ഇറങ്ങുകയും വേണ്ട. ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ചിറങ്ങാം. എല്ലാം സെറ്റായാലേ നിൻ്റെ അച്ഛനെയും ആൻറ്റിയും നമുക്ക് കെട്ടിച്ചുവിടുകയും ചെയ്യാം. ആദി കുസൃതി ചിരിയോടെ പറഞ്ഞു. അയ്യ, ഈ പ്രായത്തിലോ? അതിനെന്താ, അച്ഛനെ കെട്ടിച്ച മകളെന്ന നിലയിൽ ചിലപ്പോൾ നീ ഫേമസ് ആയെന്നും വരാം. എനിക്ക് ഫേമസ് ആവണ്ടല്ലോ. ഒരു പാട്ടുകാരൻ്റെ മകൾ, മറ്റൊരു പാട്ടുകാരൻ്റെ കെട്ടിയോൾ എന്നീ നിലയിൽ അത്യാവശ്യം ഞാൻ ഫേമസ് ആണ്. ഇനി ഞാൻ സ്വന്തം കഴിയിൽ ഫേമസ് ആയിക്കോളാം. പ്രിയ മുഖം കോട്ടി. അതെ, നിൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു. നിൻ്റെ ഫോണിലേക്ക് ഒരുപാട് വിളിച്ചെന്നും നീ ഫോൺ എടുക്കുന്നില്ലെന്നും ഒന്ന് കാണാൻ പറ്റുമെന്നും ചോദിച്ചു. എന്നിട്ട് നീ എന്ത് പറഞ്ഞു ആദി? നിൻ്റെ അച്ഛനല്ലേ, കാണാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. എപ്പോൾ വേണേലും ഇങ്ങോട്ട് വന്ന് കണ്ടോളൂ എന്ന് ഞാൻ പറഞ്ഞു. നീ അത് പറയും. നീ എത്ര കൊണ്ടാലും പഠിക്കില്ലല്ലോ. എനിക്കാരെയും കാണണ്ട. അല്ല, എന്താണാവോ നിൻ്റെ ഫാദറിൻലോയുടെ പുതിയ ഉദ്ദേശം? എൻ്റെ ഫാദറിൻലോ? അപ്പോൾ നിൻ്റെ ആരാടി കുരുപ്പേ? ഒന്ന് ക്ഷമിച്ചൂടെ എൻ്റെ ബട്ടർഫ്ലൈ. എന്തായാലും നിൻ്റെ അച്ഛനല്ലേ. പറ്റുമെങ്കിലേ ഞാൻ വരുമ്പോഴേക്കും അച്ഛനും മോളും ഒന്ന് സംസാരിച്ച് എല്ലാം പറഞ്ഞു തീർക്ക്. അതും പറഞ്ഞ ആദി അവളുടെ കവിളിൽ അമർത്തി മുത്തി തൻ്റെ ട്രോളി ബാഗും എടുത്ത് മുറിവിട്ടിറങ്ങാൻ നേരം അവൾ പിന്നിൽ നിന്നും വിളിച്ചു ചോദിച്ചു, എങ്കിൽ മനുവേട്ടനോട് നയനയുടെ കാര്യം സംസാരിക്കാനും എൻ്റെ കൂടെ വരുമോ? അത് കേട്ടതും അവൻ അവളെ തുറച്ചു നോക്കി. പ്ലീസ്, അവൾ കെഞ്ചി പറഞ്ഞു. നോക്കാം. അതും പറഞ്ഞവൻ ചെറുചിരിയാലെ മുറിവിട്ടിറങ്ങി. ആദ്യം പോയതോടെ പ്രിയക്ക് ഒന്നിനും ഒരു താല്പര്യമില്ലായിരുന്നു. ദിവസവും വീഡിയോ കോളിലൂടെയും നോർമൽ കോളിലൂടെയും ചാറ്റിങ്ങിലൂടെയും ഇരുവരും മണിക്കൂറുകളോളം സംസാരിക്കുമെങ്കിലും ആദ്യം അവൾക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ തള്ളി നീക്കി അവൾ ആദിയുടെ വരവും കാത്തിരിക്കുകയാണ്. ആദ്യ പോയിട്ട് ഇന്നേക്ക് 13 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസം കഴിഞ്ഞാൽ ഷൂട്ടിംഗ് കഴിയും. അന്ന് തന്നെ മടങ്ങുമെന്ന് അവൻ അവൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. വീട്ടിലിരുന്ന് ബോറടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മിന്നുവും പൂജയും നയനയും മീരയും പ്രിയയും പൊക്കി കറങ്ങാൻ പോയത്. പ്രിയക്കാണെങ്കിൽ തീരെ മൂടില്ലായിരുന്നു. കൂടെ എന്തൊക്കെയോ ചില ശാരീരിക അസ്വസ്ഥതകളും. എന്നാലും അവർ വിളിച്ചപ്പോൾ അവൾ അവരുടെ കൂടെ പോവുകയായിരുന്നു. അവർ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. ഫുഡ് മുന്നിൽ കൊണ്ട് വെച്ചപ്പോഴേ പ്രിയയുടെ മുഖം ചുളുങ്ങി. അവൾ കഴിക്കാൻ ഒന്നും വേണ്ട എന്നും പറഞ്ഞ് ഒരു ഫ്രഷ് ജ്യൂസ് ഓർഡർ ചെയ്ത് അത് കുടിച്ചതേ ഉള്ളൂ. അടുത്ത നിമിഷം വോമിറ്റ് ചെയ്യാൻ തോന്നി അവൾ വാഷ് ഏരിയയിലേക്ക് ഓടുകയായിരുന്നു. പിന്നാലെ മിന്നുവും മീരയും ഓടി. പൂജ ഓടില്ല. അവൾക്കിത് 8ാം മാസമാണ്. അതുകൊണ്ട് ഓടാനും ചാടാനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പൂജ ഒറ്റയ്ക്കാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നയന പൂജയുടെ കൂടെ തന്നെ ഇരുന്നു. ഹോസ്പിറ്റലിലെ ലാബ് റിപ്പോർട്ടും കയ്യിൽ പിടിച്ചു. എന്തോ പോയി അണ്ണാനെ പോലെ ഇരിക്കുന്ന പ്രിയയെ കണ്ട് ബാക്കിയുള്ളവർക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എടി, നീ എന്തോന്നാ ഈ ലണ്ടനിൽ പോയി പഠിച്ചത്? ഡോക്ടറാണത്ര, ഡോക്ടർ. പ്രഗ്നൻ്റ് ആയതുപോലെ അറിയാതിരിക്കാൻ നീ അത്രക്ക് മണ്ടിയാ? മിന്നുവിൻ്റെ പറച്ചിൽ കേട്ട് പ്രിയ അവളെ തുറച്ചു നോക്കി. അല്ല, നിന്റെ ഇരിപ്പും നോട്ടവും കണ്ടാൽ തോന്നും ഇതൊക്കെ നീ അറിയാതെ സംഭവിച്ചതാണെന്ന്. അതിൻ്റെ കൂടെ പൂജയുടെ പറച്ചിൽ കൂടി ആയതും പ്രിയ അവളെ കൂർപ്പിച്ചു നോക്കി.
എടി ഞാനിതൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പ്രിയ നഖം കടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഇനി അതിൻ്റെ പ്രോസസ്സ് കൂടി ഞങ്ങൾ പറഞ്ഞുതരാം. മിന്നു പറഞ്ഞത് കേട്ടതും പ്രിയ വീണ്ടും കലിപ്പിട്ട് അവളെ ഒന്ന് നോക്കി. എടി ഇപ്പോഴൊന്നും ഒരു കുഞ്ഞ്, ഞാനത് ചിന്തിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അവനോട് അത് പറഞ്ഞതുവാ, അവൻ സമ്മതിച്ചതുമാണ്. എന്നിട്ടിപ്പോൾ ദുഷ്ടൻ എന്നെ പറ്റിച്ചു. പ്രിയ വാടിയ മുഖത്തോടെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിരുന്നോ? അവൾ ചുമൽ കൂച്ചി. ഞഞ്ഞായി. എടി മണ്ടി, എന്നിട്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്നത്? നീയല്ലേ കുഞ്ഞിനെ ആഗ്രഹിക്കാത്തത്? നിന്റെ കണവൻ ആഗ്രഹിച്ചിരുന്നെങ്കിലോ? അല്ല, ആഗ്രഹിച്ചിരുന്നു, ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലല്ലോ. പൂജ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിനിടയിൽ മിന്നു ഷെബിയുടെ കോൾ വന്ന് അല്പം മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. ആദ്യേട്ടനോട് പറയുന്നില്ലേ? നയന പ്രിയയുടെ ഇരു കവളും വലിച്ചു കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പം എന്തായാലും പറയുന്നില്ല, അവൻ വരട്ടെ. അവനെ ഞാൻ ശരിയാക്കുന്നുണ്ട്. അപ്പോൾ നീ തീരെ ഹാപ്പി അല്ല എന്നാണോ പറയുന്നേ? പൂജ ചോദിച്ചു. എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ടേ പെട്ടെന്ന് ആകെ ഷോക്കായതുപോലെ. എന്ന് വെച്ച് എൻ്റെ കുഞ്ഞിനോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. അപ്പോൾ നീ ഹാപ്പിയാണ്? ചെറുതായി. നയനയുടെ ചോദ്യം കേട്ട് പ്രിയ ചമ്മിയ ചിരിയോടെ പറഞ്ഞു. വൈകാതെ ചെറുതായി എന്നതേ വലുതായി ആയിക്കോളൂ. പൂജ അത് പറയുമ്പോൾ അവൾ തൻ്റെ ഉദരത്തിലൊന്ന് തലോടി. ഇതേ സമയം മിന്നു കോൾ അവസാനിപ്പിച്ച് അവരുടെ അരികിലേക്ക് വന്നു. ആരാടി, ക്ഷപിക്കുകയാണോ? എന്ത് പറഞ്ഞു കെട്ടിയോൻ? കൂടുതലൊന്നും പറഞ്ഞില്ല. ഷൂട്ട് കഴിഞ്ഞത്രേ. ഇന്ന് രാത്രി അവർ തിരികെ എത്തുന്നു. ഞാൻ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അയ്യോ, നീ ഷെബിക്കയുടെ നമ്മൾ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞോ? പ്രിയ ചോദിച്ചു. പറഞ്ഞു. അപ്പോൾ പുള്ളി കാര്യം തിരക്കിയില്ലേ? തിരക്കി. നിന്നെ ഡോക്ടറെ കാണിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ സംഭവം എന്താണെന്ന് മാത്രം ഞാൻ പറഞ്ഞില്ല. അയ്യോ, ഇതിപ്പോൾ ആദ്യം എന്തായാലും അറിയും. അവൻ വിളിക്കുകയും ചെയ്യും. അവനിപ്പോൾ ഇത് കേട്ടങ്ങനെ സുഖിക്കണ്ട. നേരി കാണുമ്പോൾ ഞാൻ പറഞ്ഞോളാം. അതും പറഞ്ഞ് പ്രിയ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. പ്രിയ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതും വീട്ടിൽ ആഘോഷ പെരുമഴ തന്നെയായിരുന്നു. ആദിയുടെ അച്ഛനും അമ്മയും അവൾക്ക് വേണ്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കഴിപ്പിക്കുന്ന തിരക്കിലാണ്. ആദിക്ക് ശേഷം ആ വീട്ടിൽ ഒരു കുഞ്ഞു വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവരുടെ സന്തോഷം കണ്ടപ്പോൾ പ്രിയയുടെ കൈ അറിയാതെ തൻ്റെ കുതിരത്തെ തഴുകുന്നുണ്ടായിരുന്നു. വിവരറിഞ്ഞ് നമ്മുടെ അരുന്ധതി മുത്തശ്ശിയും സരസ്വതി മുത്തശ്ശിയും ലാൻഡ് ചെയ്തു എന്നും മാത്രമല്ല, നീണ്ടുപോയ അവരുടെ വിവാഹം വളരെ ലളിതമായ രീതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്താനും ഉത്തരവിട്ടു. ബെസ്റ്റ്. അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം കൂടാൻ കുഞ്ഞുണ്ടാവുമല്ലോ എന്നോർത്തപ്പോൾ പ്രിയക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ദൈവസാന്നിധ്യത്തിൽ വെച്ച് തങ്ങൾ കെട്ടിയ കാര്യം മറ്റാർക്കും അറിയില്ലല്ലോ. അതും മനസ്സിൽ പറഞ്ഞു പ്രിയ മുറിയിലേക്ക് നടന്നു. മുറിയിലുണ്ടായിരുന്ന അവൻ്റെ ഫോട്ടോ കയ്യിൽ പിടിച്ച് അതിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. ഹായ് പപ്പ, ഐ എം വെയിറ്റിംഗ് ഫോർ യു. പ്ലീസ് കം ബാക്ക് സൂൺ. അവൾ അവൻ്റെ ഫോട്ടോയിൽ ചുണ്ടുകൾ പതിപ്പിച്ചു. ശേഷം നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇതേ സമയം ഹൈദരാബാദിൽ. എടാ ഗോകു, ഇതിപ്പോൾ 15 ദിവസത്തെ ഷൂട്ടേ 13 ദിവസം കൊണ്ട് തീർന്നു. റിമൈനിങ് 2 days. നമുക്ക് നേരെ ഗോവയിലേക്ക് വിട്ടാലോ? ആദ്യ ഗോകുലിനോട് പറഞ്ഞു. അതിനാ കുരിപ്പ് സമ്മതിക്കണ്ടേ? അവൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ കാണാനുള്ള തിടുക്കം കൊണ്ടുള്ള കാട്ടിക്കൂട്ടലാണിതൊക്കെയും. അവൻ എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടി ഇവിടുത്തെ ഷൂട്ട് തീർത്തു. എന്താവോ എന്തോ, പടം ഇറങ്ങുമ്പോൾ അറിയാം. ഗോകുൽ കൈമലർത്തി. എടാ നീ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, 2 ദിവസം കഴിഞ്ഞ് മടങ്ങാന്ന് പറ. ആദ്യം അതും പറഞ്ഞ് ഗോകുലിനെ ഷെബിയുടെ അരികിലേക്ക് പറഞ്ഞു വിട്ടു. ഷൂട്ടിംഗ് സെറ്റിൽ തന്നെയായിരുന്നു അവരിപ്പോഴും ഉണ്ടായിരുന്നത്. ഷെബി മൂവിയുടെ ആക്ടേഴ്സുമായും ക്രൂ മെമ്പേഴ്സുമായും സംസാരിക്കുകയായിരുന്നു. അതിനിടയിൽ കാര്യം സൂചിപ്പിക്കാൻ പോയ ഗോകു പോയതിനേക്കാളും സ്പീഡിൽ തിരികെ വന്നു. അവൻ എന്ത് പറഞ്ഞു? ആദ്യം തിരക്കി. നോ രക്ഷ, അവൻ അടുക്കുന്ന ലക്ഷണമില്ല. എടുത്തടിച്ച പോലെ പറ്റില്ലെന്ന് പറഞ്ഞു. അവൻ അത്തരക്കാരനല്ലെന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറയുക എന്താടാ നന്നാവാത്തേന്ന്. ഓഹോ, അവൻ അങ്ങനെ പറഞ്ഞോ? എങ്കിൽ ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഗോകു, നിന്റെ മറ്റേ ഫോണിങ്ങെടുത്തേ. കെട്ടിയോളെ ഓർത്ത് അവൻ ഇരിക്കെ പൊറുതിയില്ല അല്ലേ? ഇപ്പം ശരിയാക്കി തരാം. എടാ ഗോകു, നമുക്കേ അവനിട്ട് ചെറുതായൊരു പണി കൊടുത്താലോ? ഒരു കുഞ്ഞു കുടുംബ കലഹം എപ്പടി? ആദ്യം ഗോകുലിനോട് പറഞ്ഞു. കലഹമല്ല, കലാപം ഉണ്ടായാലും വേണ്ടില്ല. അവനൊരു പണി കൊടുത്തേ പറ്റൂ. എന്നോട് എന്താ നന്നാവാത്തേന്ന് ചോദിച്ചില്ലേ അവൻ? ബെസ്മുണ്ട്, നല്ല ബെസ്മുണ്ട്. നീ ബെസ്മിക്കാതടാ. നീ ഒരു കാര്യം ചെയ്യ്. അവനിപ്പോൾ നമ്മുടെ ന്യൂ ഫേസ് ഹീറോയിനോട് എന്തോ സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്യുവാണല്ലോ. ആ പെണ്ണിൻ്റെ നിൽപ്പ് അത്ര ശരിയല്ല. നീ നോക്കിക്കേ, അവളെ അവൻ്റെ മേലേക്ക് ചാഞ്ഞു നിൽക്കുക. ആദ്യം പറഞ്ഞു. ശരിയാ, ആ പെണ്ണ് ഒരുമാതിരിയാ. എവിടെ നിന്ന് കിട്ടി വേണ്ടോ? ഗൂഗിൾ പറഞ്ഞു.
പാവം ഷെബി തിരക്കിലും ടെൻഷനിലും അതൊന്നും ശ്രദ്ധിച്ചു കാണില്ല. എടാ നീ ഇത് വെടുപ്പായി ഈ ഫോണിൽ പകർത്തിയേ. അവർ മാത്രമേ വരാൻ പാടുള്ളൂ, മറ്റാരും വരരുത്. എന്നിട്ട് നമുക്കത് മിൻഹയ്ക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ നമ്പർ അവൾക്ക് അറിയില്ലല്ലോ. പിന്നെ ഈ ആക്ട്രസ് ന്യൂ ഫേസ് ആയതുകൊണ്ട് മിൻഹക്ക് ആളെ തിരിച്ചറിയാനും പാടാണ്. ആദ്യം പറഞ്ഞതുപോലെ ഗൂഗിൾ ഫോട്ടോ എടുത്ത് മിൻഹയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞതും എല്ലാം പാക്കപ്പ് ചെയ്ത് ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോയതും ഷെബി ആദിയുടെയും ഗൂഗിളിൻ്റെയും അരികിലേക്ക് വന്നു. എടാ നമുക്കേ ഈ കോഴിയെ വെട്ടി നുറുക്കി രാത്രിയിലേക്ക് കറി വെച്ചാലോ? ഇല്ലെങ്കിൽ വേണ്ട, ബിരിയാണി വെക്കാം. ഇവന് ഗോവയിൽ പോയി റഷ്യൻ സുന്ദരിയുടെ ഡാൻസ് കാണണമെന്ന്. നാട്ടിലെത്തട്ടെ, ഞാൻ മീരയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെല്ല് നിനക്ക് ബിരിയാണി വിളമ്പി മിൻഹ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഷെബിയുടെ പറച്ചിൽ കേട്ട് ഗൂഗിൾ മനസ്സിൽ പറയുകയായിരുന്നു. ഷെബി അവിടെ അരികിൽ വന്നിട്ടുണ്ട് പറഞ്ഞു. അല്ല, നമ്മളിപ്പോൾ 2 ദിവസം നേരത്തെ മടങ്ങുവാണല്ലോ, അപ്പം ഞങ്ങൾ കരുതി 2 ദിവസം അടിച്ച് പൊളിക്കാന്ന് ആദ്യം പറഞ്ഞു. ഓഹോ, അപ്പം നീയാണോ ഇതിൻ്റെ സൂത്രധാരൻ? ഞാൻ പ്രിയയും കൂടി കാണുന്നുണ്ട്. എനിക്കേ എൻ്റെ പെണ്ണിനോളം വലുതല്ല ഗോവയും ബീച്ചും ഡാൻസ് ഒന്നും, ഷെബി പറഞ്ഞു. ഓ, നീ അപ്പം നന്നായി, എപ്പോഴും ഇതെന്നെ പറയണം, ആദ്യം പറഞ്ഞു. പറയും, അല്ലെങ്കിലും നീ എന്ത് കെട്ടിയോനാടാ. ഭാര്യ അവിടെ തല കറങ്ങി വീണു ഹോസ്പിറ്റലിലാണ്, അപ്പം തന്നെ നിനക്ക് ഗോവയിൽ പോയി അടിച്ച് പൊളിക്കണമല്ലേ? നല്ല ബെസ്റ്റ് കെട്ടിയോൻ, ഷെബി പറഞ്ഞു. നീ ആരുടെ കാര്യമായി പറയുന്നത്? നിന്റെ കെട്ടിയോളുടെ. മിൻഹ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെയും ഷെബി ആദിയോട് പറഞ്ഞതും ആദിയുടെ കൈ യാന്ത്രികമായി അവളുടെ നമ്പറിലേക്ക് അമർന്നിരുന്നു. പക്ഷേ സ്വിച്ച്ഡ് ഓഫ് എന്നായിരുന്നു മറുപടി ലഭിച്ചത്. പിന്നെ ആദ്യം അവൻ്റെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് കാര്യങ്ങൾ തിരക്കി. പ്രിയക്ക് നല്ല സുഖമില്ലെന്ന് അവർ പറഞ്ഞെങ്കിലും അവൾ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം അവനോട് പറഞ്ഞിരുന്നില്ല. ആദിക്ക് പിന്നീട് അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ തോന്നിയില്ല. തൻ്റെ പ്രിയപ്പെട്ടവളെ കാണാൻ ആദിയുടെ ഹൃദയം വെമ്പൽ കൊണ്ടു. തന്നെ അവൾ കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് അവൻ ആ നിമിഷം തോന്നിപ്പോയി. പ്രിയപ്പെട്ടവൾക്ക് പുറമെ തൻ്റെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന മറ്റൊരാൾ കൂടി ഉണ്ടെന്ന് അവൻ അന്നേരം അറിഞ്ഞിരുന്നില്ല.